സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ 1, 2, 3 സ്ഥാനം നേടിയ മിടുക്കി കുട്ടികളാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കൺഗ്രാജുലേഷൻസ്. ഈ മീറ്റിലെ 2ാമത്തെ സ്വർണ്ണമാണ്. സ്കൂൾ മീറ്റിലെ ഈ ഇനത്തിലെ തുടർച്ചയായ 3ാമത്തെ സ്വർണ്ണമാണ്. എത്രത്തോളം കൊണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല സന്തോഷമാണ്. പിന്നെ ബെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. തുടർച്ചയായിട്ട് 3ാമത്തെ തവണയും ഗോൾഡ് വന്നതിൻ്റെ നല്ല സന്തോഷം. 1.63 പിടിച്ചത്. റെക്കോർഡിനടുത്തെത്താനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ജില്ലയിൽ 66 വന്നിരുന്നു. ജില്ലയിൽ 68 ചെയ്തായിരുന്നു. അതിൽ കൂടിയിരുന്നെങ്കിൽ മീറ്റർ റെക്കോർഡ് വന്നേനെ. ഞാൻ ഫോക്കസ് അതായിരുന്നു, റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ജാവലിനിൽ സ്വർണം വന്നായിരുന്നു. എങ്ങനെയാണ് ഈ 2 ഇവന്റുകളും? പരസ്പരം വലിയ ബന്ധമില്ലാത്ത 2 ഇവന്റുകളാണ്. അത് ഹെപ്റ്റ ജൂനിയർ മീറ്റ് അസോസിയേഷൻ മീറ്റിന് ഹെപ്റ്റ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ജാവലുണ്ടല്ലോ, അങ്ങനെ പഠിച്ചത്. പിന്നെ സ്കൂൾ മീറ്റിൽ 3 ഇവൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഹൈ ജമ്പും ട്രിപ്പിളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിൽ ജാവലെടുത്തു. വെള്ളി നേടിയ അഷ്ണ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഷ്ണയുടെ വെള്ളി നേട്ടത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ വെങ്കലമായിരുന്നു, അത് ബെറ്റർ ചെയ്യാൻ പറ്റി. മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഈ വെള്ളിക്ക് വലിയ പ്രത്യേകതയുണ്ട്. പാലക്കാടിൻ്റെ പിന്തള്ളി മലപ്പുറത്തിന് വീണ്ടും 1ാമതെത്തിക്കാൻ സഹായിച്ചത് ഈ വെള്ളി നേട്ടം കൂടിയാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ പ്രാക്ടീസ്? രണ്ടുപേരും മലപ്പുറത്ത് നിന്നാണ്? അക്കാഡമിയുടെ കീഴിലാണോ അതോ എങ്ങനെയാണ്? അക്കാഡമിയിലാണ്. ഒപ്പം വെങ്കലം നേടിയ വയനാടിൻ്റെ അമന്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പിന്നെ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇവിടെ മെഡൽ നേടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മെഡൽ വന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല എന്നേ ഉള്ളൂ. സന്തോഷമല്ലേ? എങ്ങനെയായിരുന്നു അവിടെ പരിശീലനം മറ്റുമൊക്കെ? പിറ്റ് വല്ലതും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്? ഈ വട്ടാണ് ബെഡ് വന്നത്. അപ്പോൾ അടുത്ത തവണ സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സ്ഥിരമായിട്ട് പ്രാക്ടീസ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുട്ടികളുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.